സോ ഗൈസ് നമ്മൾ അന്നപൂർണ്ണ പോകാൻ വേണ്ടിയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വഴി തെറ്റിയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹേ ഗായ്സ്, സോ നമ്മൾ ഇന്ന് ABC പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഫുഡായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത് മ്യൂസ്ലിയാണ് കഴിക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് കെറ്റിലിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ പാൽപ്പൊടി കയ്യിലുണ്ടായിരുന്നു. ആ പാൽപ്പൊടി വെച്ചിട്ട് നമ്മളിനി ഇത് ഒന്ന് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് പോകുന്നവർക്ക് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. കഞ്ചപ്പോൾ രാവിലെ മ്യൂസ്ലി കഴിക്കുകയാണ്. സോ ഗൈസ് നമ്മൾ അന്നപൂർണ്ണ പോകാൻ വേണ്ടിയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയത്തില്ല എന്താ പോകുന്നത്. ബാഗ് നല്ല വെയിറ്റ് ഉണ്ട്. ഗൈസ് നമ്മൾ ബസ്സിൽ കയറാനായിട്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. എവിടുന്നാണ് ഗൈസ്, അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ. ഗാന്ധി പോകാനായിട്ട് 450 ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര തണുപ്പാണ്. സോ പനിയോ ജലദോഷമോ വല്ലതും വരണമെങ്കിലാന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ നെക്ക് ക്യാപ്പും കൂടെ എനിക്ക് എടുക്കണമെന്നുണ്ടെന്ന്, പക്ഷെ അത് മേളിൽ ലോഡ് ചെയ്തൊക്കെയാണ്, അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. ഞാനൊരു കിട്ടിലും വ്യൂ കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക്. റോഡൊക്കെ ഇങ്ങനത്തെ റോഡാണ്, അതിൽ കൂടെയാണ് നമ്മൾക്ക് പൊയ്ക്കൊണ്ടിരിക്കണത്. ഇങ്ങനെ കുലുങ്ങിയാണ് പൊയ്ക്കൊണ്ടിരിക്കണത്. ഗാന്ധ്രൂക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ കുറച്ച് പൈമാരുണ്ട്. അവന്മാർ മലബാറിൽ നിന്നുള്ളതാണ്. നമ്മളിവിടെ നിന്ന് 2 മാഗിയും കാര്യങ്ങളും ഓർഡർ ചെയ്തു. നൂഡിൽസ് ഒന്നും കഴിക്കത്തില്ലെന്ന് വിചാരിച്ചതാണ്, പക്ഷേ 150 റുപ്പീസ്. ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ കഴിച്ചില്ല, ഉച്ചയ്ക്ക് കഴിച്ചില്ല. സോ കഴിക്കാമെന്ന് വിചാരിച്ചു. സോ നൂഡിൽസ് വരുമ്പോൾ കഴിച്ചില്ല. ഓർഡർ ചെയ്ത നൂഡിൽസ് വന്നിട്ടുണ്ട്. 150 റുപ്പീസാണ്. നിങ്ങൾക്കിപ്പോൾ തോന്നും 150 റുപ്പീസ് ഞാൻ എന്തിന് ഇത്രയും ഇതാക്കി പറയണേന്ന്. ഇവിടെ അപ്പുറത്തൊക്കെ 400-500 രൂപയാണ്. പക്ഷെ ഞാൻ അതിന് ഇതാക്കി പറയണതല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത്രയും മേളിൽ കയറി വരണത് കൊണ്ട് 400 ഒക്കെ പറയണേൽ 500 പറഞ്ഞാൽ നമുക്കൊന്നും പറയാനല്ല, അത്ര ആവും. നോക്ക്, നമ്മളിനി ഇത് കഴിച്ചിട്ട് നമുക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ട്രക്കിംഗ് ഷൂ ഒക്കെ ഇട്ടു കേട്ടോ. ഏഷ്യൻ്റെ ട്രക്കിംഗ് ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഏഷ്യൻ്റെ ട്രക്കിംഗ് ഷൂ ഒക്കെ ഇട്ടു, ക്യാപ്പ് വെച്ചു. ഇവിടെ നെക്ക് മഫ്ലർ വെച്ചിട്ടില്ല, അതിനി വെക്കണം. സോ എന്തായാലും നൂഡിൽസ് കഴിച്ച് നോക്കട്ടെ. ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 1 പോളേ എടുത്തിട്ടുള്ളൂ നടക്കാനായിട്ട്. 2 പോളും കൂടെ എടുത്താലാണ് കുറച്ചും കൂടെ ഈസി നടക്കാനായിട്ട്. പക്ഷെ നമ്മൾ 1 ഇപ്പോൾ എടുത്തിട്ടുള്ളൂ തൽക്കാലത്തേക്ക്. അഥവാ എന്തെങ്കിലും ക്ഷീണം എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ 2 ട്രക്കിംഗ് പോൾ എടുക്കാം എന്നുള്ള രീതിയിലാണ്. പോണ ജോലിയാണ് കേട്ടോ. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇവിടത്തെ തന്നെ ആൾക്കാരുടെ വണ്ടികളാണ്. ഗൈസ് എല്ലാവരും ഒരു ഹായ് പറയോ? ഹായ് മലപ്പുറം ടീം. യാ, നമ്മളിങ്ങനെ കുത്തി നടന്നു പോവുകയാണ് ഗൈസ്. തൂക്കുപാലം എത്തി. പക്ഷെ ഇതല്ല കേട്ടോ, നമ്മള് ജിനു വഴി വരികയാണെന്നുണ്ടെങ്കിലാണ് ആക്ച്വലി നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന തൂക്കുപാലം കാണുന്നത്. ഇത് ഒരു കുട്ടി തൂക്കുപാലമാണ് കാണുന്നത്. ആക്ച്വലി ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത് ആക്ച്വലി ഈ ഒരു ട്രിപ്പ് വരാനായിട്ട്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ഒരു ട്രിപ്പ് നേപ്പാൾ ഇതൊന്നും ഒരിക്കലും കാണൂലായിരുന്നു. സോഷ്യൽ മീഡിയ ആണ് ഗൈസ്. സോ എനിക്ക് പറയാനുള്ളത്, വരാനിരിക്കുന്നവർ അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പോകാൻ പറ്റിയൊരു ട്രക്കിംഗ് ആയിരിക്കും. ട്രക്കിംഗ് ചെയ്യുമ്പോഴത്തേക്ക് 2-3 ടിപ്സ് ഉണ്ട്. അതിൽ എനിക്കറിയാവുന്ന ടിപ്സ് എന്ന് പറഞ്ഞാൽ, ഇതിൽ കൈ നമ്മൾ ഇതിലേക്കൂടെ ഇട്ടിട്ട് ഇവിടെ പിടിക്കണം. അതായത്
ട്രക്കിംഗ് പോളിൻ്റെ ഇതിൽ കൈ നമ്മൾ ഇങ്ങനെ പിടിക്കണം, ഇതിലും ഇതുപോലെ പിടിക്കണം. എന്നിട്ട് നടക്കുമ്പോഴത്തേക്ക് അത് ഞാൻ കാണിച്ചു തരാവേ. കാണിച്ചു കൊടുത്താണ്. അതായത് ഇത് വയ്ക്കുമ്പോൾ ഈ കാല് വേണം ഫ്രണ്ടിൽ വരാം, അടുത്ത കാല് വയ്ക്കുമ്പോൾ ഇത് ഫ്രണ്ടിൽ വരാം. അങ്ങനെ വേണം നമ്മൾ ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ 90 ഡിഗ്രിയിലായിരിക്കണം നമ്മുടെ പോൾ എപ്പോഴും പൊസിഷൻ വെച്ചിരിക്കേണ്ടത്. ആൻഡ് ഓൾസോ എപ്പോഴും സ്മോൾ സ്റ്റെപ്പ് എടുക്കാൻ ശ്രമിക്കുക. ഫസ്റ്റത്തെ ഡേ എന്നും പറഞ്ഞ് ചാടിക്കയറി ലോങ് സ്റ്റെപ്പൊന്നും എടുത്ത് ഓവർ എക്സൈറ്റ്മെൻ്റ് ഒന്നും ചെയ്ത് കളയാതിരിക്കുക. എന്തായാലും നമ്മൾ പടമാവും. സോ അത്രേ ഉള്ളൂ. ഇതൊരു കുട്ടി ടിപ്പ് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു തന്നെയാണ്. ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. യോഗ ബാറാണ്, നമുക്കതൊന്ന് കഴിക്കാം. ഒരു 1 hour മുമ്പ് നമ്മളൊന്ന് കഴിച്ചായിരുന്നു. ഇത് കഴിക്കാതെ നമുക്ക് പറ്റത്തില്ല, കാരണം ട്രക്കിംഗ് ചെയ്യുമ്പം അത്രയും ക്ഷീണം. അതുമാത്രമല്ല ബാഗും മാക്സിമം എത്രമാത്രം നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും അത്രയും വെയിറ്റ് കുറച്ചിട്ട് വരണമെന്ന് നമ്മൾ കേട്ട് മാക്സിമം വെയിറ്റ് കുറച്ചിട്ടും കുറയുന്നില്ല ഗൈസ്. അതാണ് റിയാലിറ്റി. സോ നിങ്ങളാണെന്നുണ്ടെങ്കിൽ മാക്സിമം വെയിറ്റ് കുറച്ചിട്ട് വരിക. എത്രത്തോളം വെയിറ്റ് കുറയ്ക്കാൻ പറ്റും അത്രത്തോളം വെയിറ്റ് കുറയ്ക്കുക. Good. You going to Gumdroo? I think so, yeah. We just came from Annapurna. Not just now, but like... You done ABC? Yeah. How was it? Amazing. Okay. We're on the way. Oh my gosh. A snowstorm just happened and it's so magical right now. ഇവിടെ അടിപൊളി ആയിട്ട് ഫോറസ്റ്റിൽ കൂടെ ഇങ്ങനെ നടക്കാം. ശരിക്കും ഇതൊക്കെ എൻ്റെ ഡ്രീമാണ്. ഇതൊക്കെ ഇപ്പോഴാണ് നടക്കുന്നത്. ഐ എം സോ ഹാപ്പി. തിരിച്ചു വരുന്നവരാണ് കേട്ടോ. നമസ്കാരം. ബൈ. Goodbye. आपका क्या है? यूट्यूब में है क्या? या Vlog है. यूट्यूब है. अच्छा, यूट्यूब में आपका नाम क्या है? ഷഹബാന ഷെരീഫ്. शाबाना शरीफ है. शाबाना शरीफ. That's big name. शाबाना शरीफ. Yeah. मेरा नाम गरब संग बुलामा. हाँ. फ्रॉम नॉर्थ नेपाल से. ओह नॉट नेपाल. अच्छा, ओके. आप लोग का साथ मिलके बहुत खुश हो गया. वी आर फ्रॉम अच्छा से केरला. जाइए. अच्छा. From Kerala. हाँ, इसलिए तो मैंने नमस्कारम किया. ओके ओके बाय. Bye bye. Safe journey. സോ ഇപ്പം നൈറ്റ് ഒരു എത്ര മണിയായി ഗൈസ്? 6:30 ആയി. നമ്മൾ സ്റ്റിൽ ട്രക്കിംഗ് ആണ്. സമയം ഇപ്പോൾ 7:41 ആയിട്ടുണ്ട്. ഒന്നും കാണാൻ വയ്യ, നല്ല ഇരുട്ടാണ്. ഈ ടൈമിലാണ് നമ്മൾ ട്രക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഫോണിലാണെങ്കിലും റേഞ്ചും കാര്യങ്ങളും ഒന്നുമില്ല. വഴി തെറ്റിയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനാ ഫസ്റ്റ് ടൈമാ. എൻ്റെ ഉമ്മ ഇതൊക്കെ കേൾക്കണമെങ്കിൽ പാവാം. ഗൈസ് ഇനി നമ്മൾ ഇവിടെ ഇരിക്കുന്നില്ല, നമ്മൾ പോകുന്നു. രാത്രിയാണ്. നൈസ്. ശരിക്കും പറഞ്ഞാൽ പേടിയൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ഞാനിവിടെ ആയത്തെക്കുറിച്ച് ഹായ് പറയൂ. ഹായ് പറയൂ. ഹലോ ഗൈസ്. എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ? എങ്ങനെ ഉണ്ടായിരുന്നു? താഴോട്ട് വരെ കൊള്ളായിരുന്നോ ട്രക്കിംഗ്? കാലൊക്കെ എങ്ങനെ ഉണ്ട്? പോകാനുള്ള മനസ്സും ധൈര്യവും വേണം. അതുകൊണ്ടല്ലേ നമ്മൾ ആരുടെടുത്തും ഇതെന്താ ഹൊറർ സീനോ? അതുകൊണ്ടല്ലേ നമ്മൾ ആരുടെടുത്തും പറയാതെ തന്നെ ഇറങ്ങി വന്നത്. കൊള്ളായിരുന്നു കേട്ടോ. എന്തായാലും എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റുള്ള ഒരു കാര്യമായിരുന്നു. സോ എൻ്റെ ഫാമിലിയിൽ തന്നെ ഇതുപോലെ ആരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കണവർ മേ ബി വിചാരിക്കും എനിക്ക് കഴപ്പാണെന്ന്. വട്ടാണെന്ന് വിചാരിക്കും. ചിലപ്പോൾ എൻ്റെ വീട്ടുകാരുടെ അടുത്തേക്ക് പോയി പറയും പെമ്പിളരെ എന്തിനാ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കണേന്ന്. അതിൻ്റെ അടുത്ത് സോ ഈ ഒരു ആവേശമൊന്നും ആക്ച്വലി നമുക്കില്ല കേട്ടോ. ഇത് വെറും ഷോ. ഈ സമയം 11:30. നമ്മൾ ഒരു മലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അതായത് നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. ഇരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും. അതാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ചത്ത്. രാത്രി ആരും ട്രക്ക് ചെയ്യാൻ പാടില്ല. ഇവിടെ കിടന്നങ്ങ് ഉറങ്ങിയാലാന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇന്നത്തെ സ്റ്റേ എത്തിയിട്ടില്ല. ഷോംറോങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നമ്മൾ 4 മണിക്ക് തുടങ്ങിയില്ലേ? 4 മണിക്ക് തുടങ്ങി ഒരു മല കയറി. അത് കംപ്ലീറ്റ് അതായത് രാത്രി ആവാറായപ്പോഴത്തേക്കും കാട്ടിൽ കൂടെ ഇറങ്ങി. പിന്നെ താഴെ വന്നിട്ട് വീണ്ടും അടുത്ത മല കയറി. ഇപ്പോൾ 12 മണിയായി. ഇനി 2.8 കിലോമീറ്ററാണ് ഷോംറോങ്ങിലേക്ക്. ഇന്നത്തെ സ്റ്റേ അവിടെയാണ്. എന്നിട്ട് നാളെ രാവിലെ വീണ്ടും ട്രക്കിംഗ് തുടങ്ങാനുള്ളതാണ്.
പക്ഷെ ഇതുവരെ ഞങ്ങൾ അവിടെ എത്തിയിട്ടില്ല. ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഉറങ്ങി 2-3 സ്വപ്നം കണ്ടു. എനിക്ക് സ്വപ്നം കാണാൻ വയ്യ. എനിക്കിവിടെ നേരിട്ട് പോകണമെന്നുണ്ട്, പക്ഷെ എനിക്ക് കാലനക്കാൻ വയ്യ. തണുപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നേരം നമ്മൾ തണുപ്പത്തും മഴയത്തും ചാറ്റിലും എല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് ഇതുപോലെ ബെഞ്ചും ഡെസ്കും ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങ് കിടക്കാമെന്ന് വിചാരിക്കുകയാണ് തൽക്കാലത്തേക്ക്. രാവിലെ മോർണിംഗ് എണീറ്റ് നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഒട്ടും വയ്യ. ഈ രാത്രി ഇവിടെയൊന്നും ഒരു മനുഷ്യനും ഇല്ല. ഇവിടെ കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി വേറൊരു വഴിയില്ല. നമ്മൾ ഒത്തിരി മാക്സിമം നമ്മൾ നടന്നു. സോ ഇന്നലെ രാത്രി നമ്മൾ പെട്ടുപോയിട്ട് അവസാനം ഇനി 2 hours 3 hours കൂടെ നടക്കാറുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളിവിടെ സ്റ്റേ ചെയ്തു. രാത്രി ഒട്ടുക്കത്തെ തണുപ്പായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞ് ആക്ച്വലി രാവിലത്തെ ആ വ്യൂ ആക്ച്വലി പൊളിച്ച് ഉണ്ട്. രാവിലത്തെ വ്യൂ സൂപ്പർ അടിപൊളിയല്ലേ? ഇവിടെ കിടന്നതിന് നഷ്ടം ഒന്നുമില്ല നമുക്ക്. അതെ, ആക്ച്വലി ഇന്നലെ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന മല നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കയറി ആ മലയുടെ ടോപ്പിൽ വന്ന് അവിടെ നമ്മൾ താഴെ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു വെള്ളമൊഴുക്ക് ഉണ്ടല്ലോ, അത് ക്രോസ് ചെയ്ത് നമ്മൾ അതിലേ വന്ന് ഇവിടെ വന്ന് കയറുകയാണ് ചെയ്തത്. കാര്യം പറയുന്നത് ഏർലി മോർണിംഗ് അറൗണ്ട് 7 ആ ഒരു ടൈമിൽ ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നം വരത്തില്ല. നമ്മൾ ഇന്നലെ ഇറങ്ങി എത്ര മണിക്കാണ്? ഇന്നലെ തന്നെ 4-5 മണി കഴിഞ്ഞു. എൻ്റെ തൊണ്ടയൊക്കെ പോയി തണുപ്പടിച്ച് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇവിടെ രാവിലെ വരെ ആക്കിയത് എനിക്ക് മാത്രമേ അറിയാവൂ. എന്തൊരു തണുപ്പായിരുന്നു. ഈ മിൽക്ക് ടീയുടെ വില 160 ആണ് കേട്ടോ. എൻ്റെ ഈ മിൽക്ക് ടീയുടെ കട്ടൻ്റെ വില 100 രൂപയാണ് ഗൈസ്. ഇതാണ് ഇവിടുത്തെ ദാൽ ബാത്ത്. സോ നമ്മൾ മോർണിംഗ് ഒന്നും കഴിച്ചിട്ടില്ല, ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. സോ വിചാരിച്ചു എന്തായാലും ട്രക്കിംഗ് ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ കാബ്സ് കഴിക്കുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചു. 700 rupees-ആണ്. ഒന്നും പറ്റത്തില്ല, കാരണം വേറൊരു ഓപ്ഷനില്ല. ഞാനും എൻ്റെ ടീമും ഇവിടെ നിന്ന് പോവുകയാണ് ഗൈസ്. നമ്മൾ ആക്ച്വലി വാട്ടർ സ്റ്റോർ ചെയ്തിട്ടാണ് നടക്കുന്നത്, പക്ഷെ അതിന് ആവശ്യമില്ല കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 10 അടി നടക്കുമ്പോൾ തന്നെ ഓരോരോ അരുവിയുണ്ട്. അവിടെ നിന്ന് വെള്ളം എടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പം അത് കുടിക്കാൻ പാടുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റും കൂടെ വാങ്ങിച്ചാൽ മതി. വേറെ പ്രശ്നമൊന്നും വരില്ല, നല്ല വെള്ളമായിരിക്കും. പാറയിൽ നിന്നൊക്കെ വരണതായിരിക്കും, അതുകൊണ്ട് അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇപ്പം അങ്ങോട്ട് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഗൈസ്. അതിനിടയ്ക്ക് കിതയ്ക്കാൻ തുടങ്ങി ഞാൻ. अरे भाई नमस्ते बोलो. ഒമ്രോങ് എത്തി. നമ്മളിനി അങ്ങോട്ട് അപ്പർ സിനിമ പോകാനാണ് പ്ലാൻ. അവിടെ പോയി താഴത്തെ ലോവർ സിനിമയിൽ നിൽക്കാനാണ് പ്ലാൻ. ഇപ്പോൾ ഒരു മലയാളി ടീംസിനെ ഒരു പയ്യനെ കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞതാ 250-ന് ഡോം കിട്ടും. ഡോമായിരിക്കും. ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ഒരു ആ ഭാഗത്തുള്ള ലോവർ സിനിമയിലെ സ്റ്റേക്ക് നമുക്ക് കയറി കുക്കൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചോമ്രോങ്ങിൽ നിൽക്കാമെന്ന് വിചാരിച്ച്, പക്ഷേ ഇനിയിപ്പോൾ അപ്പർ സിനിമ കയറാം അല്ലെങ്കിൽ ലോവർ സിനിമ കയറാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ചോമ്രോങ്ങിൽ ചെക്ക് പോസ്റ്റ് വന്നിട്ട് ഇവിടെ നമ്മുടെ പെർമിറ്റ് കാണിച്ച് സീൽ ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി ട്രക്കിങ് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ തിരിച്ചിറങ്ങുമ്പോഴും നമ്മൾ ഇവിടെ കാണിച്ച് തിരിച്ച് ചെക്കൗട്ട് സീലും ചെയ്യണം. ഗായ്സ്, ഇപ്പം നമ്മൾ ലോവർ സിനോവയിലാണ്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഞാനൊട്ടും ഓക്കെ ആയിരുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുത്തില്ല. ടയർഡൊക്കെ ആയിരുന്നു ഈ ബാഗ് കൊണ്ട് നടക്കുമ്പോഴത്തേക്ക്. എന്നിട്ട് ഇവിടെ വന്ന് റൂം എടുത്ത് ഈ റൂമിൽ 3 ഷെയർ ബെഡ് ആണ്. 250 rupees ആണ് പെർ ഹെഡ്. പിന്നെ ഫുഡിനൊക്കെ എക്സ്ട്രാ ആണ്.
അപ്പോൾ ഗ്യാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം. അല്ലേ ഫ്രൈഡ് റൈസ് ആണ് ഇത്. ആക്ച്വലി ഇന്നലെ നൈറ്റ് നമ്മൾ കഴിക്കാൻ വേണ്ടി വാങ്ങിയപ്പോഴത്തേക്ക് നമ്മളെ കൊണ്ട് രാത്രി മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മൾ പറഞ്ഞു നിങ്ങൾ എടുത്ത് വെച്ചിട്ട് രാവിലെ ചൂടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലത്തെ ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് മോർണിംഗ് കഴിക്കുന്നത്. എല്ലായിടത്തും ആണെങ്കിൽ ചൂടുവെള്ളമൊക്കെ ആണെങ്കിൽ 100 rupees വെച്ച് എക്സ്ട്രാ വാങ്ങി. പക്ഷേ ഈ ചേച്ചി ഇവിടെ നമുക്ക് ആ വലിയ 250 ml കുപ്പിയിൽ നമുക്ക് ചൂടുവെള്ളം ആക്ച്വലി തന്ന്. അപ്പോൾ നമ്മൾ ചോദിച്ചു എക്സ്ട്രാ ഫീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ഇവിടുത്തെ ആൾ പറഞ്ഞു ഇല്ല, ഫീസൊന്നും ഇല്ലെന്ന്. പക്ഷേ ഇവിടെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ചൂടുവെള്ളം നമുക്ക് തരത്തില്ല. പക്ഷേ ബ്രദേഴ്സിൽ നിന്ന് മാത്രം നമുക്ക് തന്നു. അതല്ല, ഇവിടെ ഗ്രൂപ്പിൽ ഫസ്റ്റ് ഡേ വെള്ളം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, പേ ചെയ്ത് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഈ പോകുന്ന വഴിയിലുള്ള പൈപ്പിൽ നിന്നും അവിടെ നിന്ന് വിടലും പിന്നെ ഇതേപോലെ എവിടെയെങ്കിലും കഴിക്കാൻ കയറണേ അവിടെ നിന്നൊക്കെ വെള്ളം ചോദിച്ചു. ചിലവർ തരും, ചിലത് ഈ പൈപ്പിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ എടുക്കുന്നത്. ചൂടുവെള്ളത്തിന് മിക്കവരും ചാർജ് ചെയ്യും. അപ്പം അതൊക്കെയാണ് ഇവിടെ എന്തായാലും അവർ വെള്ളത്തിനൊന്നും ചാർജ് ചെയ്തിട്ടില്ല. ഹായ് വെള്ളു, ഹായ് വെള്ളു. സർബീത്ത് എന്ന പേര്, 7 months old. ഇവിടെ തോണറിന്റെ മോന. ഗൈസ് ഇവിടെ റെഡ് ബുള്ളിന് 300 rupees ആണ്, ഇത് 400 ആണ്. നമ്മളൊന്ന് വാങ്ങി കേട്ടോ. ഇവരൊക്കെ വലിയ വലിയ ബാഗ്, ഈ ഫോറിനേഴ്സിൻ്റെ ബാഗ് തൂക്കിക്കൊണ്ട് വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, ഒന്നിൽ തന്നെ ഒരു 3 ബാഗ് കാണും. നമ്മുടെ ട്രാവൽ ബാഗ് പോലത്തെ വലിയ 3 ബാഗുകളും അതിൻ്റെ അകത്ത് കാണും. സമ്മതിക്കും കേട്ടോ. ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം ഇത്രയും ട്രക്കിങ്ങിനിടയിലും ഞാൻ വീഡിയോ ചെയ്യുന്നു. ഐ നോ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇങ്ങനെ കയ്യിൽ ഇതും പിടിച്ച് വീഡിയോ എടുത്ത് പോകാനായിട്ട്. സോ പ്ലീസ് ഗൈസ്, ഡു സപ്പോർട്ട്.